ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ അതിരൂപതയുടെയും തൃശൂർ കോർപ്പറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഗാന്ധിജയന്തി ദിനത്തിൽ നടത്തപ്പെട്ട സാമൂഹ്യ പ്രതിബദ്ധതാ ദിനം വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. 2023 ഡിസംബറോടുകൂടി തൃശൂർ മാലിന്യമുക്തമാക്കുന്നതിനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് 2000 മതബോധന വിദ്യാർത്ഥികളും തൃശൂർ കോർപ്പറേഷനിലെ ജീവനക്കാരും ഗാന്ധിജയന്തി ദിനത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി അണിനിരന്നത്. തൃശൂർ അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രമായ DBCLCയുടെയും തൃശൂർ കോർപ്പറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഒക്ടോബർ 2 ഗാന്ധിജയന്തി ദിനം സാമൂഹിക പ്രതിബദ്ധതാ ദിനമായി ആചരിച്ചത്. രൂപതയിലെ 250 ഇടവകകളിൽ നിന്ന് തെരഞ്ഞെടുത്ത 2000-ഓളം +1, +2 ACC വിദ്യാർത്ഥികളാണ് കോർപ്പറേഷന്റെ ക്ലീൻ സിറ്റി പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി അണിനിരന്നത്. രാവിലെ സെന്റ് തോമസ് കോളേജ് കോമ്പൗണ്ടിൽ നിന്നും കോർപ്പറേഷനിലേക്ക് സാമൂഹ്യ പ്രതിബദ്ധത സന്ദേശ റാലി ആരംഭിച്ചതോടെയാണ് ദിനാചരണത്തിന് തുടക്കമായത്. തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ, മേയർ MK വർഗീസ്, ഡെപ്യൂട്ടി മേയർ ML റോസി, CBCLC ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂർ, അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരി തുടങ്ങിയവരും വിദ്യാർത്ഥികൾക്കൊപ്പം സന്ദേശ റാലിയിൽ അണിനിരന്നു. തുടർന്ന് കോർപ്പറേഷൻ ആസ്ഥാനത്തെ ഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തുകയും മേയർ MK വർഗീസ് കുട്ടികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. സാമൂഹ്യ പ്രതിബദ്ധതാ ദിനത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടന്ന പൊതുസമ്മേളനത്തിൽ തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. അതിരൂപത ഇത്തരമൊരു പ്രവർത്തനം നടത്തുന്നത് വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ടാണെന്ന് മാർ നീലങ്കാവിൽ വെളിപ്പെടുത്തി. സഭയുടെ വിശ്വാസമനുസരിച്ച് ദൈവം ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്നത് എല്ലാവരുടെയും പൊതുഭവനമായിട്ടാണ്. അതിനെ ശുദ്ധീകരിക്കുക എന്നത് എല്ലാവരുടെയും കൂട്ടായ ഉത്തരവാദിത്തമാണെന്ന് മാർ നീലങ്കാവിൽ ഷെക്കന ന്യൂസിനോട് പ്രതികരിച്ചു. അതിരൂപത ഈ ഒരു പ്രവർത്തനം നടത്തുന്നത് ഇത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമായതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ പൊതുസമൂഹവുമായിട്ട് ഒത്തു പ്രവർത്തിക്കേണ്ട ഒത്തിരിയേറെ മേഖലകളുണ്ട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഫ്രatelli tutti നമ്മളെല്ലാവരും സഹോദരന്മാരാണ് എന്നുള്ള ആ ഒരു ഡോക്യുമെൻറ്റിലൂടെ നമ്മെ ക്ഷണിക്കുന്നത് കോർപ്പറേഷനായിട്ടും നമ്മുടെ വിശ്വാസത്തിൻ്റെ അതിർത്തിക്ക് അപ്പുറത്തുള്ളവരുമായിട്ടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുവാനാണ്. ഇന്ന് കോർപ്പറേഷൻ ഒരുമിച്ച് ഇവിടെ ശുചീകരണ കർമ്മങ്ങളിൽ നമ്മൾ പങ്കുകാരാകുമ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ലൗദാത്തോ സി എന്നുള്ള പ്രകൃതി സംരക്ഷണത്തെക്കുറിച്ചുള്ള ആ ഒരു ഡോക്യുമെൻ്റ് അതൊരു എൻസിക്ലിക്കലാണ്. വിശ്വാസ സത്യത്തിൻ്റെ തന്നെ ഭാഗമാണ്. അതിൻ്റെ വിശ്വാസ ചൈതന്യത്തിലാണ് ഈ പ്രവൃത്തികളൊക്കെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ വിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. സഭയുടെ വിശ്വാസമനുസരിച്ച് ഈ ഭൂമി ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും, എല്ലാ മതസ്ഥരുടെയും, മനുഷ്യരായ എല്ലാവരുടെയും, പ്രകൃതിജാലങ്ങളുടെയും ഒക്കെ പൊതു ഭവനമായിട്ടാണ്. ആ ഭവനത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളത് ഈ വിശ്വാസികളായിട്ടുള്ള എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. നമ്മുടെ വിശ്വാസ പരിശീലനത്തിൽ പങ്കുകാരാകുന്ന കുട്ടികളും അധ്യാപകരും ചേർന്ന് ഈ കോർപ്പറേഷനോട് സഹകരിച്ച് ഇത് ചെയ്യുമ്പോൾ ഇത് വിശ്വാസ പരിശീലനമായി തന്നെ മാറുകയാണ്. ഈ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗം എന്നുള്ള രീതിയിൽ വേണം ഇതിനെ കാണാൻ. പൊതുസമ്മേളനത്തിന്റെ അവസാനത്തിൽ ശുചീകരണ തൊഴിലാളികളെ പൊതുവേദിയിൽ ആദരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികൾ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പ്ലാസ്റ്റിക് മാലിന്യ ശേഖരണം, നഗര ശുചീകരണം തുടങ്ങിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്കായി ഇറങ്ങി. കുട്ടികളോടൊപ്പം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളും ഉദ്യോഗസ്ഥരും പോലീസ്, ആരോഗ്യ വിഭാഗം എന്നിവരും അണിനിരന്നപ്പോൾ പ്രസ്തുത ദിനാചരണം ഐക്യത്തിന്റെ ഒരു വേദി കൂടിയായി മാറി. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്ന ബോധ്യത്തോടു കൂടിയാണ് പ്രസ്തുത ഉദ്യമത്തിന് നന്ദി കുറിച്ചിരിക്കുന്നതെന്ന് ഡെപ്യൂട്ടി മേയർ ML റോസി വെളിപ്പെടുത്തി. എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം എന്നുള്ള ബോധ്യത്തോടു കൂടി മുന്നിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് തൃശ്ശൂർ കോർപ്പറേഷന് വളരെ അന്തസ്സും അതുപോലെ ആവശ്യവും സൗന്ദര്യവൽക്കരണവും എല്ലാം അടിയുറച്ചുകൊണ്ടുള്ള ഈ വിശ്വാസത്തിലൂടെ ഞങ്ങൾ നീങ്ങുന്നു. നല്ലൊരു രാജ്യം, നല്ലൊരു കേരളം, നല്ലൊരു തൃശ്ശൂർ, അതിനെ കാംക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ മുന്നിട്ട് ഇറങ്ങിയത്. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ഇന്ന് ലേണിംഗ് സിറ്റിയായി ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ സൗകര്യങ്ങളും ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കേന്ദ്രമാണ്, ഒരു ജില്ലയാണ് തൃശ്ശൂർ. ആ തൃശ്ശൂരിൻ്റെ മഹത്തരമായ കാര്യത്തിലെ മാലിന്യം എന്ന് പറയുന്നത് വലിയൊരു അപകടകാരിയായ ഒരു അവസ്ഥ തന്നെയാണ്. അതിനെ മറിക്കാൻ ധാരാളം ബോധവൽക്കരണ ക്ലാസ്സുകൾ, അതുപോലെ തന്നെ ധാരാളം പരിസര ശുചീകരണത്തിന് പറ്റിയുള്ള ഉപകരണങ്ങൾ എല്ലാം സംജാതമായി നമ്മളെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തൃശ്ശൂർ അതിരൂപത നമ്മളോടൊപ്പം ചേർന്ന് ഒറ്റക്കെട്ടായി
നാളേക്ക് വേണ്ടിയുള്ള ഒരു സമ്പത്തായി. ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞ പോലെ ഭൂമി ഒരു കുടുംബമാണ്. ആ കുടുംബത്തെ നെയ്തെടുക്കാനായിട്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി മണ്ണാണ്. ആ മണ്ണിന് അനുയോജ്യമായിട്ടുള്ള ലക്ഷ്യത്തോടുകൂടി വളരെ കാര്യപ്രാപ്തിയോടുകൂടി നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിച്ച പ്രയോജനമായി നമ്മൾ മുന്നോട്ട് പോകണം. വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് ഒരു സാമൂഹിക പ്രതിബദ്ധത രൂപപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് ഇത്തരമൊരു ഉദ്യമത്തിന് അതിരൂപത മുൻകൈയെടുത്തതെന്ന് ഡയറക്ടർ ഫാദർ ഫ്രാൻസിസ് ആളൂരും വെളിപ്പെടുത്തി. ഞങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് 3 മിനിസ്ട്രികൾ കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റ് ഭാഗമായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. ഒന്നൊരു ടാലൻറ്റ് മിനിസ്ട്രി, ഒന്ന് സോഷ്യൽ മിനിസ്ട്രി, ഒന്ന് സ്പിരിച്വൽ മിനിസ്ട്രി. അല്ല, സോഷ്യൽ മിനിസ്ട്രിയുടെ ഒരു ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ വർഷാരംഭത്തിൽ തന്നെ പ്ലാൻ ചെയ്തത്. അത് വിശ്വാസ പരിശീലനത്തിലായിരിക്കുന്ന കുട്ടികൾക്ക് കൃത്യമായൊരു സാമൂഹ്യ പ്രതിബദ്ധത രൂപപ്പെടേണ്ടതുണ്ട്. കർത്താവ് കടന്നുപോയ ഓരോ വഴിയിലും പ്രകൃതിയോട്, വ്യക്തികളോട്, പാവപ്പെട്ടവരോട്, സമൂഹത്തോട് ഒക്കെ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ട് കടന്നുപോയ വ്യക്തിയാണ്. അതുകൊണ്ട് നിങ്ങളോട് മറ്റുള്ളവരെന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്തു കൊടുക്കാനാണ് കർത്താവ് ആവശ്യപ്പെട്ടത്. അപ്പോൾ അത് പ്രകൃതി നല്ലതാകണം, നല്ല ഭൂമി കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് ചെയ്തു കൊടുക്കാനുള്ള പാഠമാണ് നമ്മൾ സൂക്ഷിച്ചും സംരക്ഷിച്ചും കൊടുക്കാനുള്ള പാഠം. അപ്പോൾ അങ്ങനെ വലിയൊരു സംരക്ഷണത്തിൻ്റെ ഒരു പാഠം നമ്മുടെ വിശ്വാസ പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകണം എന്നുള്ളത് ഒന്നാമത്തെ ഒരു കാഴ്ചപ്പാട്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇറക്കിയ ഒരു ചാക്രിക ലേഖനമാണ് ലൗദാത്തോ സി, ദൈവമേ അങ്ങേക്ക് സ്തുതി എന്നുള്ള ഫ്രാൻസിസ് അസീസിയുടെ ആ വാക്കുകൾ പറഞ്ഞുകൊണ്ടുള്ള ആ ചാക്രിക ലേഖനം. ഇതിനോട് ചേർന്ന് ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനമാണെങ്കിൽ ഒക്ടോബർ 4 ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ദിവസമാണ്. ഇത് രണ്ടും ഒരുമിച്ച് വന്ന ദിവസമാണ്. പ്രകൃതിയോട് ഏറ്റവും അടുത്ത് ജീവിച്ച, പ്രകൃതിയെ സ്വന്തം സഹോദരനായി സഹോദരിയായി കണ്ട ഫ്രാൻസിസ് അസീസിയുടെ ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ആ ഒരു സന്ദേശം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സംരംഭത്തിനായിട്ട് ഇറങ്ങിത്തിരിച്ചിരിക്കുക. പ്രസ്തുത ഉദ്യമത്തിൽ 2000-ഓളം വിദ്യാർത്ഥികളെ സജീവമായി പങ്കെടുപ്പിക്കുവാൻ എടുത്ത നടപടിക്രമങ്ങളെക്കുറിച്ച് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സിജോ മുരിങ്ങാത്തേരിയും വിശദീകരിച്ചു. നമ്മുടെ 2000-ഓളം കുട്ടികളെ 40 പേരടങ്ങുന്ന 50 ഗ്രൂപ്പുകളാക്കി തിരിച്ചിരിക്കുകയാണ്. അങ്ങനെ 50 ഗ്രൂപ്പുകളെ സെക്ടറുകളാക്കി തിരിച്ച് 7 സെക്ടറായിട്ടാണ് ഈ ഗ്രൂപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. കോർപ്പറേഷന്റെ ഉദ്യോഗസ്ഥരുടെ, പ്രത്യേകിച്ചും ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലാണ് ഓരോ സെക്ടറിലേക്കും 3-4 ഹെൽത്ത് ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തോടൊപ്പം വിശ്വാസ പരിശീലകരും നേതൃത്വനിരയിൽ മുൻപിലുണ്ട്. ഓരോ ഗ്രൂപ്പിനും നയിക്കാനായിട്ട് അവർ മുൻപിലുണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഗ്രൂപ്പ് തിരിഞ്ഞ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ 2000 കുട്ടികൾ പോയിരിക്കുന്നത്. വിശ്വാസ പരിശീലനം നൽകുന്നത് ഒരു വലിയൊരു സന്ദേശമാണ്. ഈ ഒരു ശുശ്രൂഷയിലൂടെ അനേകമായിരങ്ങളിലേക്ക്, പ്രത്യേകിച്ചും തൃശ്ശൂർ രൂപ തന്നെ ഒരു സാക്ഷ്യം വഹിക്കുന്ന ഒരു രീതിയാണ് ലൗദാത്തോ ആ ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഇതൊരു സന്ദേശം ഈ ലോകത്തിന് നൽകാനായിട്ട് വിശ്വാസ പരിശീലനത്തിലൂടെ കുട്ടികൾക്ക് പറ്റുകയാണ്. ഇതിലൂടെ കുട്ടികളിലെ ഒരു ക്രമവും ചിട്ടയും ഒരു അടക്കവും ഒക്കെ രൂപം കൊള്ളുവാനായിട്ട് ഇത് ഏറെ ഉപകാരപ്പെടുന്നതാണ്. ഏറെ ഉത്സാഹത്തോടെയാണ് വിദ്യാർത്ഥികൾ സാമൂഹിക പ്രതിബദ്ധതാ ദിനത്തിലെ ശുചീകരണ പ്രവർത്തനത്തിൽ പങ്കാളികളായത്. ഇത്തരം പ്രവർത്തനങ്ങൾ ഭാവിയിലും ചെയ്യാനുള്ള സന്നദ്ധതയും മാലിന്യം പൊതുനിരത്തിൽ ഉപേക്ഷിക്കുന്ന ശീലത്തിന് ഒരു മാറ്റം വരുത്താൻ പ്രസ്തുത ദിനം ഉപകരിച്ചുവെന്നും വിദ്യാർത്ഥികളും വെളിപ്പെടുത്തി. പിന്നെ ഡെഫിനറ്റ്ലി ഞങ്ങൾക്ക് ഇത്തരം പ്രോഗ്രാംസ് ഇൻവോൾവ് ചെയ്യാൻ ഇപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയി. കാരണം ഫസ്റ്റ് ഞങ്ങൾക്ക് ഒരു അതുണ്ടായിരുന്നു, എങ്ങനെ വേസ്റ്റ് പറക്കുന്നു. ഇപ്പൊ പിന്നെ നമുക്ക് ഇങ്ങനെ പറക്കിയോണ്ട് തന്നെ ഇനി ഇടരുത് എന്നുള്ളൊരു അത് നമുക്കിങ്ങനെ ഫോമായി. കാരണം നമുക്കിപ്പോൾ മനസ്സിലായി, കാരണം ഓരോരുത്തർ പറക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്. പിന്നെ ഞങ്ങൾക്ക് ഇതൊരു പുതിയ ഓപ്പർച്യൂണിറ്റിയാണ്. എനിക്ക് തോന്നുന്നു യൂത്ത് തന്നെയാണ് യൂത്തിനെ ഇങ്ങനത്തെ കാര്യം ഇൻവോൾവ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഇന്നത്തെ യൂത്താണ് നാളത്തെ. സോ ഇനി വേസ്റ്റിന്റെ കാര്യത്തിൽ നമ്മൾ ഒന്നും കൂടി ഡെവലപ്പ് ആവുന്നുണ്ട്. അതിൻ്റെ ഒരു ഗുണമാണ് ഇത്തരം കാര്യങ്ങളിലൂടെ നമ്മൾ പിള്ളേർക്കും ഒക്കെ മനസ്സിലാവുന്നു. മടുത്തൊന്നുമില്ല, ഭയങ്കര ഉത്സാഹം തോന്നിയായിരുന്നു. ഇങ്ങനെ ഞങ്ങൾ പ്ലാസ്റ്റിക് ഇങ്ങനെ കാണുമ്പോൾ ഞങ്ങളോട് പ്ലാസ്റ്റിക് മാത്രം പറിക്കാൻ മതി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ കണ്ടപ്പോൾ ഭയങ്കര ആവേശം തോന്നി. അങ്ങനെ ഒരുവിധം ഞങ്ങൾ പറ്റണ വിധത്തിൽ ക്ലീൻ ആക്കിയായിരുന്നു. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. എല്ലാവരും യുവതലമുറ എല്ലാവരും ഇതുപോലെ വരാൻ ആഗ്രഹിക്കുന്നു. ഇനി തുടരുന്ന ആഗ്രഹമുണ്ട്. നമ്മുടെ സിറ്റി അല്ലേ, അതൊക്കെ വൃത്തി ശുചീകരിക്കുന്നത് നല്ലതല്ലേ. ഇത്തരം പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ ഏർപ്പെട്ടപ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഷ്യലായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ഇപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾക്ക് ഇപ്പോൾ സഹായിക്കാനായിട്ട് ഉണ്ടായിരുന്നു. അവർ എത്രമാത്രം കഷ്ടപ്പെട്ടാണ് ഈ സിറ്റിയൊക്കെ വൃത്തിയാക്കണമെന്നുള്ള ഒരു അറിവ്. അപ്പം നമ്മൾ ഇനി ഇങ്ങനെ ചെയ്യരുതെന്നുള്ള ഒരു മെസ്സേജും കൂടി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇതുമാതിരി തന്നെ ഇരിക്കണം എന്നാണ് ആഗ്രഹം. ഇപ്പം ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചോ അതേപോലെ തന്നെ ക്ലീൻ ആയിരിക്കണം എന്നാണ് ആഗ്രഹം. ഇവിടെ ഇങ്ങനെ അലക്ഷ്യമായിട്ട് ഇട്ട് പോയത് വീണ്ടും വരും, വല്ല മൃഗങ്ങളൊക്കെ എടുത്ത് തിന്നും, പിന്നെ അവർ മരിക്കും, പിന്നെ അത് എവിടെയെങ്കിലും അഴിഞ്ഞു നടക്കും, പിന്നെ വീണ്ടും ആരെങ്കിലും അതൊക്കെ ക്ലീൻ ചെയ്യേണ്ടി വരും. പിന്നെ വീണ്ടും തുടർന്ന് നടക്കുമ്പോൾ ഒരു മാറ്റം വരുത്തുന്നത് നല്ലതല്ലേ. എല്ലാവരും കൂടി ഒരുമിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു ടീം സ്പിരിറ്റ് ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ പ്ലാസ്റ്റിക്കുകൾ പറക്കിക്കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒറ്റയ്ക്ക് പറക്കുന്നതാണ് നല്ലത്, എല്ലാവരും കൂടി പറക്കുന്നതല്ലേ. നല്ല പ്രോഗ്രാമായിരുന്നു. ഞങ്ങൾ ഇനിയും പ്രോഗ്രാം ചെയ്യാൻ തയ്യാറാണ് കേട്ടോ. സാമൂഹിക പ്രതിബദ്ധതാ ദിനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ള വിദ്യാർത്ഥികളുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചപ്പോൾ കുട്ടികൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചുവെന്ന് മതാധ്യാപകരും പറയുന്നു. അതേസമയം ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഇത്തരമൊരു ബോധവൽക്കരണം നൽകേണ്ടതും ആവശ്യമാണെന്നും അതിനാൽ എല്ലായിടത്തും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ വിഭാവനം ചെയ്യണമെന്ന അഭിപ്രായവും മതാധ്യാപകർ ഷെക്കിന ന്യൂസിനോട് പങ്കുവച്ചു. ഒപ്പം ഇതേ അഭിപ്രായം തന്നെയായിരുന്നു കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥരും പങ്കുവച്ചത്. നമ്മുടെ യുവജനങ്ങൾ വിശ്വാസ പരിശീലനം പൂർത്തിയാക്കുമ്പോൾ അവർ സമൂഹത്തോടും സഭയോടും ഒപ്പം തന്നെ രാഷ്ട്രത്തോടും പ്രതിബദ്ധതയുള്ളവരായി വളരണം. എല്ലാ രീതിയിലുമുള്ള ഒരു സമഗ്രമായ ഒരു ഫോർമേഷൻ അവർക്ക് ലഭിക്കണം എന്ന ആഗ്രഹത്തിൽ നിന്നാണ് ഇന്നേ ദിവസം സാമൂഹ്യ പ്രതിബദ്ധതാ ദിനമായിട്ട് ആചരിക്കുന്നത്. 11-12 ACC അതായത് യുവജനങ്ങളായ വിദ്യാർത്ഥികളെയാണ് ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിച്ചത്. ആവേശപൂർവമായിരുന്നു രജിസ്ട്രേഷൻസ് നടന്നത്. ഏതാണ്ട് 2000-ലധികം യുവജനങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് രജിസ്ട്രേഷൻ തന്നെ ക്ലോസ് ചെയ്യേണ്ടി വന്നു. ഇന്നത്തെ തലമുറകളെ സംബന്ധിച്ചിടത്തോളം അവർ ഇരിക്കുന്ന വീടിൻ്റെ അകത്ത് പോലും വൃത്തിയാക്കുന്ന ഒരു സംവിധാനം ഇന്നില്ല, നിലവിലില്ല. അപ്പോൾ അവർക്ക് ഒരു വലിയൊരു മെസ്സേജായിട്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങൾക്കും വലിയൊരു മെസ്സേജായിട്ട് ഈ കുട്ടികളുടെ ഭാവി, അത് അടുത്ത തലമുറ ഇവരുടെ കൈകളിലാണ്. അപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത അവർക്ക് വേണം. അപ്പോൾ അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ ക്ലീനിങ്. ഇത് ഇവരുടെ മനസ്സിൽ ഉറങ്ങാതെ കിടക്കും. ഒരു സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ഇത് അവർ ഉണരും. അതുകൊണ്ട് ഇത്തരം ബോധവൽക്കരണ നടപടികൾ സമൂഹത്തിന് അനിവാര്യമായ ഒരു കാര്യമാണ്. ഇത് എല്ലാ മേഖലകളിലും, എല്ലാ സംഘടനകളും, എല്ലാ ജനവിഭാഗങ്ങളിലും ഇത് കുട്ടികൾക്ക് വേണ്ടി ഇത് നടത്തിയില്ലെങ്കിൽ നമ്മുടെ വരാൻ പോകുന്ന ഫ്യൂച്ചർ വളരെ ഭയാനകമായിരിക്കും. ഞാൻ ഒരു ആരോഗ്യ പ്രവർത്തക കൂടിയാണ്. അതുകൊണ്ട് എനിക്ക് ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട്. ഇവർ ഈ ഒരു സദ്യുദ്യമത്തോടു കൂടി കുട്ടികളെല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. ഇവരുടെ ഈ കുട്ടികളെ ഇങ്ങനെയുള്ള നല്ല പ്രവർത്തനങ്ങളോട് നമ്മളുടെ സമൂഹത്തിൽ നന്മകൾ ചെയ്യാനായിട്ട് ഇവർ പ്രാപ്തരാണെന്നാണ് തെളിയിക്കുന്നതാണ് ഇന്നത്തെ ഇവരുടെ പ്രവർത്തനങ്ങളെല്ലാം. തൃശ്ശൂർ അതിരൂപതയുടെ ഒരു സഹായം നമ്മൾക്ക് ഇതിലൂടെ ലഭ്യമാവുകയാണ്. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം അത് ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കുക, അത് നമ്മൾ കാലങ്ങളോളം ഇത് പറഞ്ഞു വരുന്നുണ്ട്. ഇന്നും ഈ മാലിന്യ സംസ്കരണത്തിൽ ജനങ്ങൾ അവബോധം ഉള്ളവരായി മാറിയിട്ടില്ല. അപ്പോൾ യൂത്തിലൂടെ ഈ അവബോധം വളർത്താൻ ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് സ്വച്ഛ ഭാരത് മിഷൻ്റെ പല പ്രവർത്തനങ്ങളും ഓരോ വർഷവും നടത്തി വരുന്നുണ്ട്. ഈ കുട്ടികളാണ് നമ്മളെ വരുന്ന തലമുറയെ ഈ മാർഗങ്ങൾ അവലംബിക്കാൻ വേണ്ടി കൂടുതൽ കരുത്തുറ്റ രീതിയിലുള്ള ഒരു സമൂഹത്തെ മാറ്റിയെടുക്കേണ്ടത്. അത് തന്നെയാണ് അതിരൂപതയുടെ ഇന്നത്തെ ഈ ദിനമായിട്ട് സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് ഡേയിലൂടെ പ്രതിപാദിക്കുന്നത്. വർഷത്തിലെ എല്ലാ ദിവസവും തങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ കുട്ടികൾ പങ്കാളികൾ ആകുന്നതിലുള്ള സന്തോഷം കോർപ്പറേഷനിലെ ശുചീകരണ തൊഴിലാളികളും പങ്കുവച്ചു. ഞങ്ങളെ സംബന്ധിച്ച് ശുചീകരണ ജീവനക്കാരെ സംബന്ധിച്ച് ഇതൊരു നല്ല പ്രോഗ്രാമാണ്. എന്നുവെച്ചാൽ മാലിന്യ മുക്ത കേരളമായിട്ട് 2020 0 ഇത് പറയണു. അപ്പൊ അത് ഞങ്ങൾ സഹകരിച്ചു മനസ്സ് കാണിക്കുന്നു. തീർച്ചയായും ഞങ്ങളുടെ ഒരു പ്രവർത്തനത്തിന് ഒരു ആവേശം കൂടിയാണത്. ഞങ്ങൾക്ക് ഇത് നല്ല ഉപകാരമാണ്. ഞങ്ങൾ ഈ ജോലി ചെയ്യുന്നത്, ഞങ്ങൾ ഈ ജോലിയോട് ജീവിക്കുന്നതും ഞങ്ങൾക്ക് വലിയ സഹായമാണ്. വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ ഗാന്ധിജയന്തിയിൽ ഇത്ര ആൾക്കാർ ഒത്തുചേർന്ന് കൂടുമ്പോഴും നമ്മുടെ നഗരസഭയുടെ ഭാഗമായിട്ടും ഇത്ര കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എല്ലാ കൊല്ലം ഉണ്ടാവണമെന്നാണ്, എന്നും ഇങ്ങനെ തുടരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം. കുട്ടികൾ നല്ല എന്താ പറയുക, ഉത്സാഹ ചുറുചുറുക്കോടുകൂടി നല്ല കുട്ടികളായി എല്ലാ ജോലികളും ചെയ്തു. അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ സഹകരിച്ചവർ ഇങ്ങനെ വരണം യൂത്ത്, ശരിക്കും പറഞ്ഞാൽ. കാരണം അവർക്ക് യാതൊരു ഇതും ഉണ്ടായില്ല. ഇപ്പോൾ പ്ലാസ്റ്റിക് വാരാനോ പേപ്പർ വാരാനോ ഒന്നിനും ഒരു മടി അവർക്ക് വന്നില്ല. പഠിക്കുന്ന കുട്ടികളല്ലേ, എന്നാലും അവർ ചാടിയിറങ്ങി എല്ലാം ചെയ്യാനുള്ള ഒരു മനസ്സ്, അവർ നല്ല കുട്ടികളാണ്. തൃശൂർ അതിരൂപത മതബോധന കേന്ദ്രത്തിന്റെയും തൃശൂർ കോർപ്പറേഷന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സാമൂഹിക പ്രതിബദ്ധതാ ദിനം ഇന്ന് ആചരിക്കുകയായിരുന്നു. വിശ്വാസ പരിശീലനം നടത്തുന്ന കുട്ടികൾ, അതായത് +1, +2 ACC വിദ്യാർത്ഥികളാണ് ഇന്ന് ഈ ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. 2023 ഡിസംബറോടുകൂടി തൃശൂർ നഗരം മാലിന്യമുക്ത നഗരമാക്കാനുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത്തരത്തിലുള്ള ഒരു ശുചീകരണ പ്രവർത്തനം, സാമൂഹിക പ്രതിബദ്ധതാ ദിനം ആചരിച്ചത്. തൃശൂരിൽ നിന്നും ക്യാമറാമാൻ ടോബിനൊപ്പം അനു തങ്കച്ചൻ, ഷെക്കിന ന്യൂസ്.